ഓഗസ്റ്റ് 25 നടന്നിട്ടുള്ള ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ പ്രൊവിഷണൽ കീ വന്നിട്ടുണ്ട്. അതിൽ പൊതുവേ കുറച്ച് ഇഷ്യൂസ് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ കംപ്ലയിൻറ്റ്സ് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. പുതിയ രീതിയിൽ കംപ്ലയിൻറ്റ്സ് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള എല്ലാവർക്കും ഒരു സംശയമാണ്. പണ്ട് നമ്മൾ അവരെ സൈറ്റിൽ നിന്ന് ഫോം ഡൗൺലോഡ് ചെയ്ത് അയച്ചു കൊടുക്കാറാണ് പതിവ്. ഇപ്പോൾ ഇതിൽ പുതിയ രീതിയിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കാൻഡിഡേറ്റ് പ്രൊഫൈൽ വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ട് അതിൽ നിന്ന് കംപ്ലയിൻറ്റ്സ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് എങ്ങനെയാണെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇത്തവണ എല്ലാവരും CSEBൻ്റെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് അതിൽ കൂടിയാണ് ജൂനിയർ ക്ലർക്കിൻ്റെ എക്സാമിന് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു പോർട്ടലിൽ കൂടെ തന്നെയാണ് നമുക്ക് കംപ്ലയിൻറ്റും രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനുള്ള. ഇതിനായിട്ട് കേരള CSEBൻ്റെ CSEB കേരള എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക. ഇതിൽ നിന്ന് വൺ ടൈം രജിസ്ട്രേഷൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് നമ്മുടെ യൂസർ നെയിം പാസ്വേഡും വെച്ച് സൈൻ ഇൻ ചെയ്യുക. ഇതിനുശേഷം ആൻസർ കീ എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്ത എക്സാമിൻ്റെ ആൻസർ കീ അവിടെ കാണിക്കും. അതിൽ നമുക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ഷൻസിലുള്ള പ്രിവ്യൂ ആൻഡ് റിമാർക്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക. അതിനുശേഷം റിമാർക്ക് ചൂസ് ചെയ്യുക. അതിൽ നമ്മളെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൻ്റെ കോഡ് കൊടുക്കുക. നമ്മൾ ആൽഫ കോഡ് അവിടെ ഓൾറെഡി സെലക്ട് ആയിട്ട് വന്നിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ നമ്പർ ഏതാണോ അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റിമാർക്സ് എന്താണോ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ അതിൻ്റെ കറക്റ്റ് ആൻസർ ഇതാണെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ അതിൽ നമ്മളോട് ചോദിക്കുക ഏതെങ്കിലും ഒരു റെഫറൻസ് ബുക്കോ അല്ലെങ്കിൽ ഓഥറിൻ്റെ ഡീറ്റെയിൽസോ ചോദിക്കുന്നുണ്ടാവും. അപ്പം നമ്മളത് കറക്റ്റായിട്ട് കൊടുക്കുക. അത് മാൻഡേറ്ററി ആയിട്ടുള്ള ഫീൽഡുകളാണല്ലോ. ഇതിനുശേഷം നമ്മൾ സേവ് കൊടുക്കുക. നമുക്ക് ഒന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതേപോലെ തന്നെ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഈ സെയിം രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ നമ്പറും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള കംപ്ലയിൻറ്റ് ഇവിടെ ഇതേപോലെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. എത്ര കംപ്ലയിൻ്റ് ആണോ കൊടുത്തിട്ടുള്ളത് അതൊക്കെ അവിടെ ലിസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് കാണിക്കും. അതിനുശേഷം നമുക്ക് ഇതിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ഓവറോൾ എൻട്രീസിൽ റിമാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക. അതിനുശേഷം സ്റ്റാറ്റസ് ഫോർവേഡായിട്ട് സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. നിങ്ങൾ ഫൈനൽ സബ്മിഷൻ കൊടുക്കുന്നതിന് മുന്നേ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ സ്റ്റാറ്റസ് ഫോർവേഡായിട്ട് പ്രൈവറ്റ് സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇതേപോലെ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കംപ്ലയിൻ്റ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും കറക്റ്റായിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് അതായത് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഫൈനൽ സബ്മിഷനും കൊടുക്കുക. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പുതിയ രീതിയിൽ കംപ്ലയിൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ വരുന്ന സെപ്റ്റംബർ 6 ഉള്ളിൽ ഈ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ സബ്മിറ്റ് ചെയ്യുക. ലേറ്റായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ഓപ്ഷനും ഇല്ല. അപ്പോൾ അതിൻ്റെ മുന്നേ എല്ലാവരും അത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ കംപ്ലയിൻറ്റ്സ് രജിസ്റ്റർ ചെയ്യുക.